പറയാനറിയില്ല. ഞാൻ ചെറുപ്പത്തിലേ കേട്ടതും ഞാനിപ്പോഴും പറയുന്നത് അങ്ങനെ തന്നെയാണ്. കൊഴുക്കട്ട അതായത് ഇതാണ് സംഭവം. അതായത് നല്ല പത്തിരിപ്പൊടി കുഴയ്ക്കും. നല്ല ചൂടുവെള്ളത്തിൽ ഉപ്പിട്ടിട്ട് കുഴച്ചെടുക്കുക. കുഴച്ച് ചൂടൊക്കെ പോയി നല്ലോണം ഉരുളയാക്കി വെച്ചതിന് ശേഷം ഇങ്ങനത്തെ ഉരുളയാക്കി എടുത്തിട്ട് ആവിയിൽ വേവിച്ചെടുത്തതാണിത്. ആവിയിൽ വേവിച്ചെടുത്ത സംഭവമാണ്. മനസ്സിലായല്ലോ? അതായത് പത്തിരിപ്പൊടി കുഴച്ച് നല്ല തിളച്ച വെള്ളത്തിൽ ഉപ്പൊക്കെ ഇട്ട് കുഴച്ച് ആവിയിൽ വേവിച്ചെടുത്ത അങ്ങനെ ഞാനിങ്ങനെ കൈ കൊണ്ട് ഉരുളയാക്കി ആവിയിൽ വേവിച്ചെടുത്ത. ഇതിന് നമുക്ക് എന്ത് ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ കട്ട് ചെയ്ത് ചെറിയ ചെറിയ പീസാക്കണം. എന്നിട്ട് ഇതിലേക്ക് ആവശ്യമായ തേങ്ങ, പച്ചമുളക്, വറ്റൽമുളക്, സവാള, ചെറുതാക്കി നോക്കിയ സവാള, ഇത്രയും സവാള, തേങ്ങ, നമ്മളെ സാധാ പച്ചമുളക്, വറ്റൽമുളക്, സവാള. എന്നിട്ട് ആദ്യം നമുക്കിത് ചെറിയ പീസാക്കിയിട്ട് ഇടണം. അത് നമുക്കൊരു പ്ലേറ്റിലേക്ക് മാറ്റാം. കട്ട് ചെയ്തിട്ട് പ്ലേറ്റിലെടുത്തിടാം. ഞാൻ കട്ട് ചെയ്യാറ് ഇങ്ങനെ, ഓരോരുത്തർക്ക് ഇഷ്ടമുള്ള പോലെ കട്ട് ചെയ്യാം. ഇങ്ങനെ സെൻറ്റർ ഇങ്ങനെ കട്ട് ചെയ്യും. എന്നിട്ട് ഇങ്ങനെ ഇങ്ങനെ ഇങ്ങനെ, അതുപോലെ തന്നെ വീണ്ടും ഇങ്ങനെ 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 സെൻറ്റർ കട്ട് ചെയ്യും. എന്നിട്ട് ഇങ്ങനെ ഇങ്ങനെ ഇങ്ങനെ, കുറച്ച് വലുതാന്ന് തോന്നുന്നുണ്ട്. സെൻറ്റർ ഇങ്ങനെ കട്ട് ചെയ്താൽ ഇങ്ങനെ ഇങ്ങനെ ഇങ്ങനെ. അപ്പം ഇതിപ്പോൾ ഞാൻ 2 എണ്ണം കട്ട് ചെയ്തിട്ടുണ്ട്. ബാക്കിയെല്ലാം ഇതുപോലെ ഞാൻ കട്ട് ചെയ്തിട്ട് വരാം. ഓക്കെ. അപ്പം ഞാൻ ഉണ്ടയാക്കി വെച്ച എല്ലാ പത്തിരിപ്പൊടി കുഴച്ച് ഉണ്ടയാക്കി വെച്ച എല്ലാം ഞാൻ ഇങ്ങനെ ചെറുതാക്കി കട്ട് ചെയ്തു. ആ ഉണ്ടകളൊക്കെ ഞാൻ ഇങ്ങനെ ചെറുതാക്കി കട്ട് ചെയ്തു. ഇനി നമുക്ക് ഇത് ചെയ്യാം. ഓക്കെ, ഗ്യാസ് കത്തിക്കാം. ഗ്യാസ് കത്തിച്ച് ചട്ടി വെച്ചു. ഒന്ന് ചൂടാകട്ടെ. നമുക്ക് എണ്ണ ഒഴിക്കണം. എണ്ണ ഒഴിച്ചിട്ട് നമുക്ക് കടുക് പൊട്ടിക്കണം. എണ്ണ ഒഴിച്ചു. എണ്ണ ഒന്ന് ചൂടാവട്ടെ. അപ്പോഴത്തേക്ക് നമുക്ക് കടുക് എടുക്കാം. കടുക് പൊട്ടട്ടെ. കടുക് പൊട്ടിയിട്ട് നമുക്ക് കടുക് പൊട്ടിയിലേക്ക് വറവിന് വേണ്ടി ഇടാനുള്ള സംഭവമാണ് തേങ്ങ, സവാള, വറ്റൽമുളക്, പച്ചമുളക്. നമ്മളെ കടുക് പൊട്ടി. ഇനി നമുക്ക് വറവിലേക്കുള്ള അപ്പോൾ നമ്മൾ എണ്ണ ഒഴിച്ച് കടുക് പൊട്ടിച്ച് അതിലേക്ക് സവാള, തേങ്ങ, പച്ചമുളക് എല്ലാം ഇട്ട് ഇത് നല്ലോണം വഴറ്റിയെടുക്കണം. ഫുള്ള് വഴറ്റിയെടുക്കണം. അപ്പം നമ്മളിത് ഞാനിങ്ങനെ വഴറ്റിക്കൊണ്ടിട്ടാണ്. നമ്മളെ കടുക് പൊട്ടിച്ചതിലേക്ക് സവാളയും തേങ്ങയും വറ്റൽമുളകും മറ്റേ സാധാ പച്ചമുളകും കറിവേപ്പിലൊക്കെ ഇട്ട് ഏകദേശം ഇങ്ങനെ വഴഞ്ഞ് വരുന്നുണ്ട്. ശരിക്കും ഇങ്ങനെ ആയിട്ട് വരണം. ചെറിയൊരു ബ്രൗൺ കളറായിട്ട് വരണം. ഓക്കെ, നമുക്ക് വെയിറ്റ് ചെയ്യാം. ഇത് ആവും. ഓക്കെ, നമ്മളെ വറവിനുള്ള എല്ലാ സംഭവവും ഏകദേശം ചെറിയ ബ്രൗൺ കളറായി വന്നിട്ടുണ്ട്. സെറ്റായി. ഇനി നമുക്ക് നമ്മൾ ഉണ്ടയാക്കി വെച്ച് കട്ട് ചെയ്ത ഇത് നമുക്കതിലേക്ക് ഇടാം.
എന്നിട്ട് നന്നായിട്ട് യോജിപ്പിച്ച് കൊടുക്കാം. നമ്മളെ ഈ ഉണ്ട ചെറുതാക്കി കട്ട് ചെയ്ത അരിപ്പൊടി കൊണ്ടുള്ള ഉണ്ടേന ഈ വറവിലേക്ക് നമ്മൾ ഇപ്പം ചെറിയൊരു ബ്രൗൺ വരെ ആക്കി വെച്ച ഈ വറവിലേക്ക് നന്നായിട്ട് യോജിപ്പിക്കുക. എല്ലാ ഈ ചെറിയ ചെറിയ പീസിലും ഈ വറവ് പിടിക്കുന്ന രീതിയിൽ ഇളക്കണം. കുറച്ച് നല്ല സെറ്റാവട്ടെ. അപ്പോൾ നമ്മളെ വറവിലേക്കിട്ട കൊഴുക്കട്ട റെഡിയായി. സെറ്റ് നല്ല ഭംഗിയിട്ടില്ലേ കാണാൻ. നല്ല എളുപ്പമാണ് ഉണ്ടാക്കാൻ. എന്താ പറയുക, പെട്ടെന്നൊരു ബ്രേക്ക്ഫാസ്റ്റ് എന്താ പറയുക ഒന്നും തീരുമാനിച്ചിട്ടില്ലേ നിങ്ങൾക്ക് ഇത് ഉണ്ടാക്കാം. വൈകുന്നേരം മക്കളൊക്കെ വരുമ്പോൾ അല്ലെങ്കിൽ വൈകുന്നേരം ചായക്ക് വേണ്ടിയിട്ട് ഉണ്ടാക്കാം. എങ്ങനെ വേണേൽ ഉണ്ടാക്കാൻ പറ്റിയത്. ആകെ ഒരു പണി എന്ന് പറയുന്നത് ആ തിളച്ച വെള്ളത്തിലൊന്ന് പത്തിരിപ്പൊടി ഉപ്പിട്ടൊന്ന് കുഴയ്ക്കണം. പിന്നെ ഒന്ന് ഇത്തിരി തണിയുന്നവരെ വെയിറ്റ് ചെയ്ത് ഉണ്ടയാക്കി നമ്മൾ ആവിയിൽ വേവിച്ചെടുക്കണം. പിന്നെ നേരെ വറവിലേക്ക് ഇടുക. അത്രയേ ഉള്ളൂ. കട്ട് ചെയ്യുക, ഒന്ന് കുറച്ച് കട്ട് ചെയ്ത് ചെറുതാക്കി വറവിലേക്ക് ഇടുക. നല്ല സൂപ്പർ സാധനം. ഇവിടെ എല്ലാവർക്കും ഇഷ്ടമാണ്, എനിക്കും ഇഷ്ടമാണ്. എളുപ്പ സംഭവം. പക്ഷേ ഇതെല്ലാവരും കഴിച്ചിട്ടൊക്കെ ഉണ്ടാവും. കാരണം അമ്മമാരും ഒക്കെ ഉണ്ടാക്കി തരുന്ന സംഭവമാണ്. ഞാനിത് പഠിക്കുന്നത് എൻ്റെ അമ്മമ്മേനോടാണ്. എൻ്റെ അമ്മമ്മ നല്ലോണം ഉണ്ടാക്കി തരലുണ്ട്. അങ്ങനെ ഞാൻ കഴിച്ചതാണ്. അങ്ങനെ ഞാൻ പഠിച്ച് ഞാനിപ്പോൾ ഇവിടെ എല്ലാവർക്കും ഉണ്ടാക്കി കൊടുക്കലുണ്ട്. നല്ല ടേസ്റ്റുള്ള സംഭവമാണ്. എളുപ്പം കഴിയുകയും ചെയ്യും. ഏറ്റവും സിമ്പിളായിട്ട് ഉണ്ടാക്കി പറ്റുന്ന സംഭവം. അപ്പം എല്ലാവരും ഇങ്ങനെ എല്ലാവരും ഉണ്ടാക്കലുണ്ട്. എന്നാലും ഇതുപോലെയൊക്കെ ഉണ്ടാക്കി ഒക്കെ കഴിച്ചു. ഓക്കെ, നല്ലൊരു ദിവസം എല്ലാവർക്കും ആശംസിക്കുന്നു. ഓക്കെ, അടുത്ത വീഡിയോ ആയിട്ട് കാണാം. ബൈ.